ഇവിടെ എവിടെയാണല്ലോ ആ പാത്രം ഞാൻ കണ്ടത്. ഇതെവിടെ? ഓട്സ് ഉണ്ടാക്കിയിട്ട് പോയി ഫ്രഷ് ആവാന്ന് വെച്ചപ്പോൾ അതെവിടെ? ഇനി ചെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അത് തിളക്കട്ടെ. പൂജ എണീറ്റിട്ടുണ്ടാവോ? മെഡിസിൻ കഴിച്ചോണ്ടാണെന്നറിയില്ല, നല്ല വിശപ്പുണ്ട്. ഈ രാവിലെ എന്തോന്ന് കഴിക്കാനാ? ഹലോ, ഇതെന്താ ഉറങ്ങിക്കൊണ്ട് നടന്നു വരുവാണോ? ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ്? അപ്പോൾ സഞ്ജു രാവിലെ തന്നെ ഇവിടെ വന്നിരുന്നോ? സഞ്ജു വന്നിട്ടില്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. സഞ്ജു വന്നിട്ടില്ലേ? അപ്പോൾ ചേട്ടത്തി രാവിലെ തന്നെ നമുക്ക് ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവന്നു? ചേട്ടത്തിയൊന്നും കൊണ്ടുവന്നില്ല, സാക്ഷാൽ ഞാൻ തന്നെ കിച്ചണിൽ കയറി ഉണ്ടാക്കി. ഫ്രഷ് ആയിട്ട് വാ, കഴിക്കാം. നീ ഫുഡ് ഉണ്ടാക്കിയെന്നോ? അതിന് നിനക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അതൊക്കെ സിമ്പിളാ. ഞാൻ വിചാരിച്ച ചിക്കൻ ബിരിയാണി പോലും 1 മിനിറ്റിൽ ഉണ്ടാക്കും. പിന്നെ കഴിവുകളൊന്നും ഞാൻ പുറത്തിറക്കാത്തതാ. ഏതായാലും വാ, നമുക്ക് ഓട്സ് കഴിക്കാം. ഇവൻ ഉണ്ടാക്കിയതോ? ചിലപ്പോ ചേട്ടത്തി എങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതായിരിക്കും ഈ ജാട അടിക്കുന്ന. എന്താ, നീ വരുന്നില്ലേ കഴിക്കാൻ? നീ ഞാൻ ഉണ്ടാക്കിയെങ്കിൽ എനിക്ക് വേണ്ട. വെറുതെ വീണ്ടും വയറ് ചെയ്താക്കാൻ ഞാനില്ല, സ്വന്തമായിട്ട് കഴിച്ചാൽ മതി. നിനക്ക് വേണമെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതത്രയും കുടിക്കാൻ എൻ്റെ വീട്ടിൽ സ്പേസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു ചേച്ചി ഉണ്ടാക്കിയത് തന്നെ, എന്നിട്ട് കൊള്ളാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ നോക്കുക. ഇനി എനിക്ക് തരില്ലേ ഇവൻ? എന്താലോചിച്ചോണ്ടിരിക്കുക? മെഡിസിൻ കഴിക്കാനുള്ളതല്ലേ, ഇന്നാ കഴിക്ക്. ഓട്സ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിനക്കിത് കഴിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ? സ്റ്റൊമക് പെയിനോ അങ്ങനെ എങ്ങാനും? നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സമാധാനായി. നിന്നെ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത ഞാൻ ഉണ്ടാക്കിയത്. ഇനി എനിക്ക് കഴിക്കാലോ. എന്താ ഇത്, നീ ഉണ്ടാക്കിയതോ? നീ അപ്പം എന്നോട്? പിന്നെ ഈ രാവിലെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവരുമോ? ഞാൻ ഉണ്ടാക്കിയതാ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം സക്സസ്. അപ്പോൾ ശരിക്കും നീ ഉണ്ടാക്കിയതാണോ? അതെ, ഞാനാ. എന്നിലെ ഷെഫ് എങ്ങനെയുണ്ട്? അത് കഴിച്ച് എനിക്ക് നീ പറ്റിയിരുന്നെങ്കിലും കുക്കിംഗ് അറിയാത്ത നീ ഇതുണ്ടാക്കിയത്. കുക്കിംഗ് അറിയാതെ ഞാൻ ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കിയില്ലേ? നിന്നെ കൊണ്ട് പറ്റുമോടി ഇതുണ്ടാക്കാൻ? വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഓടിച്ചിട്ട് കിട്ടാൻ ആർക്കും പറ്റും, നിനക്ക് മാത്രമല്ല. എന്നാ ഉണ്ടാക്കി കാണിക്കാത്തന്നടി? ഞാനല്ലേ ഇത് ഉണ്ടാക്കിയത്, നീ അതുപോലും ചെയ്തിട്ടില്ലല്ലോ. കൈകടത്തി. എന്തിനാ രണ്ടും കൂടെ നിർത്തിയ? തല്ലി ചാവായിരുന്നില്ലേ? അങ്ങ് താഴത്തെ ഫ്ലോറിൽ നിന്ന് കേൾക്കാം ഇവിടുത്തെ ബഹളം. ഈ കണക്കാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കാലിയാക്കും. സഞ്ജു, ഞാനല്ല, ഇവനെ തല്ലുകൂടിയ. ഞാനോ? പാവല്ലേ, അവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് എഴുതി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവൾ എന്നെ കുറ്റം പറയാ. ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തണ്ട. ഇത് ഫുഡാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ കഴിക്കും. എന്നിട്ട് രണ്ട് റെഡിയായി ഷോപ്പിങ്ങിന് പോവാം. എനിക്ക് വേണ്ട, ഞാൻ ഓട്സ് കഴിച്ചു. ഞാനിപ്പോൾ 5 മിനിറ്റ്സിൽ റെഡി ആയിട്ട് വരാം. സഞ്ജു ഇരിക്കുക. അപ്പം നിനക്കത് ഇഷ്ടപ്പെട്ടല്ലേ? എന്നിട്ടാണ് ഇത്രയും ജാട അടിക്കുന്ന. പ്രേം, താനെന്താ ഈ ചിരിച്ചോണ്ട് ആലോചിക്കുന്നത്? താൻ വരുന്നില്ലേ ഷോപ്പിങ്ങിന്? ഷോപ്പിംഗ്? ഈശ്വര, ഈ ആഴ്ച ഞാനല്ലേ പേ ചെയ്യേണ്ട? ഇവളെന്നെ മുടിപ്പിക്കോ? റിവഞ്ച് എങ്ങാനും എടുത്താ? അതെന്ത് ചോദ്യമോ സഞ്ജു? അവൻ വരാതെ എങ്ങനെയാ? ഈ വീക്ക് അവനാ പേ ചെയ്യേണ്ട, അവൻ വരും. ഓ, നാടകം റെഡിയായിട്ട് വന്നോ? ഏതായാലും പോയേ പറ്റൂ, അത് ഉറപ്പാ. സഞ്ജുരിക്ക് ഞാൻ 5 മിനിറ്റിൽ റെഡി ആയിട്ട് വരാം. ഇവള് നേരത്തെ എണീറ്റോ? ബെഡിൽ ആളില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ കിടന്നുറങ്ങാം. ഞാൻ എണീറ്റു എന്നറിഞ്ഞാൽ അവൾ എന്നെ പോവാൻ വേണ്ടി നിർബന്ധിപ്പിക്കും. ഇതെന്താ സമയം ഇത്രയായിട്ടും ചേട്ടൻ എണീക്കാത്ത? അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന ആളാണല്ലോ. ഇതുവരെ എഴുന്നേറ്റില്ലേ? നമുക്ക് പോണ്ടേ? എഴുന്നേൽക്ക്. ഈ കിടക്കുന്ന കാണാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെയുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. ഇതിന്റെ ഒരു കുറവുകൂടെ ഉണ്ട് ഈ മുഖത്ത്. വെറുതെ അല്ല, പൂച്ചക്കുട്ടിയുടെ ഒരു കട്ടുള്ളത്. ഇപ്പൊ കാണാൻ ശരിക്കും ഒരു പൂച്ചക്കുട്ടി തന്നെ. അയ്യോ, ചേട്ടനെങ്ങാനും എണീറ്റത് കണ്ട എന്നെ കൊല്ലും. എഴുന്നേറ്റെന്ന് തോന്നുന്നു, ഇവിടുന്ന് പോവാം, അതാ നല്ലത്. ഈ കുരുപ്പാള് കൊള്ളാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയപ്പോൾ ഇങ്ങനെ. ഞാനെങ്ങാനും ശരിക്കും ഉറങ്ങിയിരുന്നെങ്കിലോ? അതെ, രണ്ടുപേർത്തും കൂടി ഞാനൊരു കാര്യം പറയാം. ഒരുപാട് സാധനങ്ങളൊന്നും വലിച്ചു വരിടരുത്. ഞാൻ ഉദ്ദേശിച്ചത് പാക്കറ്റ് ഫുഡൊന്നും. നിന്റെ സ്റ്റൊമക്ക് ഇപ്പോൾ ഓക്കെ അല്ല, അതനുസരിച്ച് വേണം ഷോപ്പിംഗ് നടത്താൻ. എനിക്ക് ഓക്കെ അല്ലാന്ന് തോന്നിയ ഒരു പ്രോഡക്റ്റും ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. അതിങ്ങനെ ശരിയാവും. നീ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ ഞാൻ അന്ന് ബിൽ പേ ചെയ്തില്ലേ? അതുപോലെ ഞങ്ങൾ എടുക്കുന്നതും നീ ചെയ്യണം. എനിക്കിപ്പോൾ സ്റ്റൊമക് പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ഓക്കെ ആയി.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ സ്റ്റമക്ക് ഓക്കെ അല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. വേണമെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും എടുത്തോ, എനിക്ക് കുഴപ്പമില്ല. ഫാസ്റ്റ് ഫുഡും പാക്കറ്റ് ഫുഡൊന്നും ഞാൻ സമ്മതിക്കില്ല. പൂജ, അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? നിനക്ക് ഇപ്പൊ അങ്ങോട്ട് ശരിയായതല്ലേ ഉള്ളൂ. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിക്കാം. അവൻ മാക്സിമം ചെലവ് കുറയ്ക്കാൻ വേണ്ടി പലതും പറയും. നീ വാ, നമുക്ക് നോക്കാം. ഇതെന്താ കോഫി പൗഡറോ? കോഫി പൗഡർ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കോഫി പൗഡർ സ്റ്റൊമക്കിന് ഒട്ടും നല്ലതല്ല. നീ വേണമെങ്കിൽ അതിന് പകരം 2 പാക്കറ്റ് പാൽ എക്സ്ട്രാ എടുത്തോ. കോഫി പൗഡർ എനിക്ക് വേണം. ഓഫീസ് കഴിഞ്ഞ് വന്നാൽ എനിക്ക് കോഫി കുടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും കോഫി പൗഡർ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് നിന്റെ ഹെൽത്തിന് നല്ലതല്ല. തിരിച്ചു വെച്ചേക്ക്. പൂജ, പ്രേം പറഞ്ഞത് ശരിയാ. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോഫി പൗഡർ നല്ലതല്ല. ഒരു കാര്യം ചെയ്, നീ വേണമെങ്കിൽ മിൽക്ക് പൗഡർ എടുത്തോ. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. ഈ പോകാണെങ്കിൽ എന്നെ കൊണ്ട് ഇവനൊന്നും അടുപ്പിക്കില്ല. എന്താലോചിച്ചോണ്ട് നിൽക്കുക. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പെട്ടെന്ന് ഷോപ്പിംഗ് കഴിയും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോവും. ഷോപ്പിങ്ങോ? 1 മിനിറ്റ്, ഇപ്പൊ തീർത്തു തരാം. ഇതാ. എന്താ ഇത്? ഇതൊന്നും ശരിയാവില്ല. നല്ല എന്തെങ്കിലും എടുക്ക്. കഷ്ടമുണ്ട്. ഞാൻ എടുക്കുന്ന നിൽക്കും നീ തിരിച്ചു വെച്ച പിന്നെ ഞാൻ എന്തിനാ നിന്റെ കൂടെ വന്നത്? മര്യാദയ്ക്ക് നല്ല ഏതെങ്കിലും സാധനം എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം. ഭാവം പൂജ, ഏതായാലും അവൾ എടുത്തതല്ലേ, വാങ്ങിച്ചു കൊടുത്തേക്കാം. ദുഷ്ടൻ. അപ്പൊ ഈ ഒരാഴ്ച എനിക്ക് ഇഷ്ടമുള്ള ഒന്നുമില്ല. ഹലോ, എന്തിനെങ്ങനെ തുറച്ചു നോക്കുന്ന? നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വാ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ വരുന്നില്ലേ? ഞാൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ ബില്ലിട്ടിട്ട് പോവാം. ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. എങ്കിൽ വാ, ബില്ലിടാം. സഞ്ജു, നിന്റെ തുടങ്ങിത്താ. ഏയ്, എന്റേത് ഞാൻ ബില്ലിട്ടോളാം. പ്രേമിന്റെ കയ്യിലുള്ളത് ചെന്ന് ബില്ലിട്ടോ. ഏയ്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ തന്നെ ബില്ലിട്ടോളാം. നീ വാങ്ങിച്ചിട്ട് ഇവക്ക് കൊടുക്കാനല്ലേ? പൂജ, ഇതിപ്പോ സ്നാക്സ് ഒക്കെ പോയല്ലോ. എനിക്കറിയാം ഇതിങ്ങനെ സംഭവിക്കുമെന്ന്. സാരമില്ല, പോട്ടെ. ഒരു വീക്കല്ലേ. പ്രേം, അറ്റ്ലീസ്റ്റ് ആ ചിപ്സ് എങ്കിലും അതിൽ വെക്ക്. സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും വേണ്ടേ? നോ, നിനക്ക് സ്നാക്സിന് വേണ്ടി ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് മതി. ചുമ്മാ ഇതൊക്കെ കഴിച്ച് വീണ്ടും വയറ് കേടാക്കി വെക്കണ്ട. എന്നാ ഇതോ കാണുന്ന സ്ട്രോബെറിയുടെ ഒരു മുട്ടായെങ്കിലും. സ്ട്രോബെറി? അത് ഞാൻ എടുത്തേക്കാം. ഓ, താങ്ക് യു. സഞ്ജു, ഞാൻ കാറിലിരിക്കാം. നീയൊക്കെ ബില്ലിട്ടിട്ട് വാ. ഞാൻ എന്തിനാ ഇവിടെ കുറ്റിയടിച്ച്? ചേട്ടാ, ഞാൻ റെഡിയായി. എന്നാൽ നമുക്ക് പോവാം. അത് ചിന്നു, അച്ഛൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങോട്ട് എത്താറായി. അവർ വന്നിട്ട് അവരെ കണ്ടിട്ട് പോകുന്നില്ലേ നല്ലത്? അവർ വരുമ്പോൾ രാത്രി ആവുകയാണെങ്കിലോ? നമുക്ക് വേഗം പോയി കണ്ടിട്ട് വരാം. അവരിവിടെ വരുന്നതിന് മുന്നേ എത്താം. അവരെവിടെ എത്തിയെന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അവർ വന്നാൽ അത് മോശമല്ലേ? എന്ത് മോശം? അവർ വന്നാൽ നമുക്ക് തിരിച്ചു വരാം. ദൂരെയൊന്നുമല്ലോ, ഇവിടെ അടുത്തല്ലേ. ഓ, എന്തൊക്കെ പറഞ്ഞാലും ഇവക്കൊന്ന് പോയേ പറ്റുള്ള. എനിക്ക് ഇന്നലെ പ്രോമിസ് ഒന്നല്ലേ പോവാന്ന്. നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം പ്ലീസ്. ഒരു കാര്യം ചെയ്യാം. അച്ഛനും അമ്മയും വന്നിട്ട് അവരോടുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പോവാം. അവരോടൊക്കെ പറഞ്ഞ് അവർ പോണ്ടെന്ന് പറഞ്ഞാൽ ഇത് മുടങ്ങും, എനിക്കറിയാം. അല്ലെങ്കിലും എൻ്റെ ചേച്ചിയല്ലേ, നിങ്ങളുടെ ആരുമല്ലല്ലോ. കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണെങ്കിൽ ഇന്നലെ വാക്ക് തരരുതായിരുന്നു. ഇതിപ്പോൾ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കരുത്. അല്ലെങ്കിലും നിന്നെ പറഞ്ഞിട്ടൊരു കാര്യമല്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ പിടിച്ചെൻ്റെ തലയിൽ കെട്ടിവെച്ചെന്ന് എൻ്റെ അമ്മയെ പറയണം. ചെന്ന് റെഡിയാവും, പോവാം. താങ്ക് യു സോ മച്ച്. വീട്ടടി. താങ്ക് യു. ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടാളും പൊക്കോ. ഞാൻ നേരെ എന്റെ ഫ്ലൈറ്റിലോട്ട് പോവാ. ഓക്കെ സഞ്ജു, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നമുക്ക് ഈവനിങ് ഓക്കെ അല്ലേ? ഏയ്, അത് ഞാൻ മറക്കോ? ഞാൻ ഈവനിങ് വിളിക്കാം. ഞാൻ കാർ എഴുതിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾ സംസാരിക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അറിയാതെ എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പലതും പ്ലാൻ ചെയ്യും. അത് ഞങ്ങളുടെ കാര്യം. നീ എന്തിനാ ഇതിലേക്ക് ഇടപെടാൻ വരുന്നത്? അല്ലേ സഞ്ജു? എക്സ്ക്യൂസ് മീ, സഞ്ജു എൻ്റെ ഫ്രണ്ടാ, നിന്റെ അല്ല. സോ ഞാൻ ഇടപെടും. അതൊക്കെ ശരിയാണ്. നീ ഞാൻ നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാ. പക്ഷേ പ്രേമ പറഞ്ഞ പോലെ ഈ കാര്യത്തിൽ നീ ഇടപെടണ്ട. എന്നാൽ ഞാൻ പോവാ. ബൈ. ഓഹോ, അപ്പോൾ രണ്ടെണ്ണം കൂടെ എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്യുവാണല്ലേ? കാണിച്ചു തരാം. അവിടെ തന്നെ വായി നോക്കിക്കൊണ്ട് നിൽക്കാതെ കയറി വാടി. വരാം. ജസ്റ്റ് ഒന്ന് പുറത്തു പോയപ്പോൾ തന്നെ എൻ്റെ ചൂടാ. ഇനി എന്തായാലും ഒന്ന് കുളിക്കാതെ സമാധാനം കിട്ടില്ല. ഞാൻ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ സാധനമൊക്കെ കിച്ചണിൽ സെറ്റ് ചെയ്യുമ്പോൾ നീ വീണ്ടും സ്വെറ്റ് ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇതൊക്കെ ചെയ്തിട്ട് ചെന്ന് കുളിക്കുന്നതല്ലേ? ആ, അതും ശരിയാ. ഏതായാലും ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. വാ. ഇതിലിപ്പോൾ അടുക്കി വയ്ക്കാൻ മാത്രമായിട്ടൊന്നുമില്ലല്ലോ. എല്ലാ സാധനം നീ ആ ബിൽ കൗണ്ടറിൽ നിന്ന് മാറ്റിക്കളഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്താ ഉള്ള? പൂജ, മിണ്ടരുത് നീ, പിശുക്കനാ.
എൻ്റെ സ്റ്റൊമക്ക് പെയിൻ പറഞ്ഞ് നീ മനഃപൂർവ്വം പിശിക്കിയതല്ലേ? നീ ഇതിപ്പോൾ എങ്ങനെ എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ അടുത്ത ആഴ്ച ഞാൻ തന്നെ സാധനം വാങ്ങിച്ചോളാം. അന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. അന്ന് നീ ഓക്കെ ആവുമല്ലോ. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ ഈശ്വര, ഇവനെന്തിനാ ഇത് വാങ്ങിച്ചത്? അയ്യേ, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്ന? എന്താ അത്? ഇങ്ങത്താ കോണ്ടം. ഇതെങ്ങനെ ഇതിനകത്ത് വന്നു? ആ, മാറിപ്പോയി. ഏതായാലും നല്ല ചൂട്. ഞാൻ ഈ സാധനമൊക്കെ പിന്നെ അടുക്കി വെച്ചോളാം. ഞാൻ പോയി ഫ്രഷ് ആവട്ടെ. ഞാൻ സ്ട്രോബെറിയുടെ മുട്ടായി എടുക്കാൻ നേരത്ത് മാറിപ്പോയതാണല്ലോ. പ്രേം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കോണ്ടം ആണെങ്കിൽ ഞാനത് മനഃപൂർവ്വം എടുത്തതല്ല, സത്യമായിട്ടും. അതല്ല, താഴെ സഞ്ജു നീയും തമ്മിൽ എന്താ സംസാരിച്ച? ഓ, അതാണോ? അത് നീ ഇതാരടുത്തും ചെന്ന് പറയരുത്. ഏയ്, ഞാനിപ്പോൾ ആരടുത്ത് പറയാൻ? എന്താ അത്, പറ. അത് ഇന്ന് ഈവനിങ് ഞാനവനും ഡേറ്റിങ്ങിന് പോവാ. ഡേറ്റിങ്ങിനോ? സഞ്ജു ആയിട്ടോ? അതെ, സഞ്ജുവായിട്ട്. എന്താ, നീ ഡേറ്റിങ്ങിന് ഇതിന് മുന്നേ കേട്ടിട്ടില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഡേറ്റിങ്ങിന് പോന്നു. ഇഷ്ടപ്പെടുന്ന വെച്ചാ? പോ അവിടെ നിന്ന്. ഞാൻ ഇനി എല്ലാം പറയണോ? ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടമായി, അത്ര തന്നെ. ഇഷ്ടായിന്ന് വെച്ചാ ഇവര് തമ്മിൽ ഇനി? അയ്യേ, അല്ല, നീ എന്തായി ആലോചിക്കുന്നത്? അല്ല, സഞ്ജുവിന് നിന്നെ ഇഷ്ടമാണോ? സഞ്ജുവിന് എന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ അവനും ഡേറ്റിങ്ങിനുണ്ടെന്ന് സമ്മതിച്ചത്. പ്രേം, എന്നെ കളിപ്പിക്കല്ലേ. ഇത് സത്യമാണോ? പിന്നെ ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയോ? ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഈവനിങ് എനിക്ക് ഡേറ്റിന് പോകാനുള്ളതാ. ഞാൻ വെറുതെ ഇവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പേടിച്ചത്. അപ്പോൾ ഇവൻ ഗേ ആണല്ലേ? സഞ്ജു എനിക്ക് എന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് അതാ. പോയി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. വരുന്നതിന് മുന്നേ നെഗറ്റീവ് പറഞ്ഞ് തിരിച്ചു പോകുന്ന കാര്യമാണ് പറയുന്നത്. എനിക്ക് ഉറപ്പാ ഇത് തന്നെയാണ് ഫ്ലൈറ്റ്. ആ നമ്പറൂടെ വിളിച്ച് ചോദിച്ചാൽ മതി. ഹലോ സഞ്ജു, നീ അവരുടെ ഫ്ലാറ്റ് നമ്പറൂടെ ഒന്ന് സെൻഡാക്കി ഇട്ടേക്ക്. വാ, പോവാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ചേച്ചിയെ കാണുക, എങ്ങനെയുണ്ടെന്ന് നോക്കുക, തിരിച്ചു വരിക. അവിടെ കയറി നിൽക്കണമെന്ന് പറയരുത്. ഹേയ്, നിൽക്കാനൊന്നും ഞാൻ പറയില്ല. എനിക്ക് ചേച്ചി ഒന്ന് കാണണം. ചേച്ചി ഓക്കെ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ കൂടെ വന്നോളാം. നടക്ക്. എന്നാലും പ്രേം, അവൻ ഗേ ആണോ? ഇതാരാ ഈ സമയത്ത്? ചിന്നു മോളെ. ചേച്ചി, നിനക്ക് സുഖമല്ലേ? നീ എങ്ങനെയാ വന്ന? എനിക്ക് സുഖം. ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ആ, കുറവുണ്ട്. ഞാനും സഞ്ജുവും കൂടെ നാളെ നിന്റെ കോളേജിൽ വരാനിരിക്കുകയായിരുന്നു. കോളേജ് ഫീസ് അടയ്ക്കണ്ടേ? എക്സാം അടുക്കാറായില്ലേ? നാളെ വന്ന് കണ്ട് അത് നിന്ന് നിന്നെ ഇന്ന് കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ചേച്ചി എക്സാം ഫീസൊക്കെ അടച്ചു നേരത്തെ. ഫീസ് അടച്ചോ? ആരാ ഫീസ് അടച്ചത്? ഞാനാ ഫീസ് അടച്ചത്. പ്രവീൺ സാർ. സാം, പ്ലീസ് എനിക്കൊന്ന് സംസാരിക്കണം. സാറ് കരുതുന്ന പോലെയല്ല. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കാൻ കൂട്ടാക്കണം. പൂജ, ആരാ നേരത്തെ ബെല്ലടി? ചേട്ടനെപ്പോ വന്നു? ചിന്നു, നിനക്ക് നിന്റെ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പോവാം. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, ബാ. ചേട്ടാ, ഞാൻ അന്നെൻ്റെ ചേച്ചിയോട് സംസാരിച്ചോട്ടെ പ്ലീസ്? ഏട്ടാ, എന്നോടൊന്ന് മിണ്ട്. എനിക്ക് ഏട്ടനോട് സംസാരിക്കണം. അച്ഛനും അമ്മയും ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ നിന്നില്ല. ഏട്ടനെങ്കിലും ഞാൻ പറയുന്നൊന്ന് കേൾക്കണം പ്ലീസ്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇനി ഞാൻ എന്താ കേൾക്കേണ്ടേ? പ്രവീൺ സാർ, സാർ വിചാരിക്കുന്ന പോലെയല്ല. അന്ന് ഞങ്ങൾ മനഃപൂർവ്വമല്ല. ഞങ്ങൾക്ക് സാറിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂജ, വേണ്ട. ഏട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ കേൾക്കും. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ സമയത്ത് പുറത്തു പോയത്. അല്ലാണ്ട് അവളോട്ട് ഒളിച്ചോടിയല്ല. മുഹൂർത്തത്തിന് മുമ്പ് ഓഡിറ്റോറിയത്തിൽ ഇവളെ എത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പില്ല ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അവിടെ നടന്നതൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ലേ? ഇത്രയൊക്കെ നടന്നിട്ട് നിനക്ക് എന്നെയോ അച്ഛനോ എന്തെങ്കിലും അറിയിക്കാൻ തോന്നിയോ? പറയേണ്ട സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഒറ്റയ്ക്ക് രണ്ടാൾക്ക് താമസിക്കേണ്ടി വരുമായിരുന്നു. അർജുൻ്റെ കയ്യിൽ നിന്ന് ഇവളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ കരുതി അച്ഛനും അമ്മയും ചേട്ടനൊക്കെ ഞാൻ പറയുന്ന കേൾക്കാൻ കൂട്ടാക്കുമെന്ന്. പക്ഷേ കുറ്റപ്പെടുത്തി ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ
അതൊക്കെ ശരിയാ, പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്ന് കരുതി വാശിക്ക് ഇങ്ങനെ ഒന്ന് ഇവിടെ നിൽക്കുകയാണോ വേണ്ടത് രണ്ടും? ഈ ഇവിടെ നമ്മൾ സ്ഥിരമാക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അമ്മയെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം, അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റും. ചേച്ചി അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും അഞ്ചോൻ്റെയൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങൾ ഇവിടെ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നു എന്നാ. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെയാണ് ഒരുമിച്ച് താമസിക്കണമെന്ന് അമ്മ അറിഞ്ഞാൽ ഇപ്പം തന്നെ അമ്മയുടെ ഹെൽത്ത് ഓക്കെ അല്ല. അപ്പോൾ ഇതോടെ അറിഞ്ഞാൽ ഹേയ്, ഞാനിപ്പോഴൊന്നും പറയില്ല, നീ പേടിക്കണ്ട. നെക്സ്റ്റ് മന്ത് അമ്മയുടെ ഓപ്പറേഷനാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റുമെന്ന്. ആ, ഏതായാലും ഓപ്പറേഷൻ ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് പതുക്കെ നമുക്ക് പാരൻസിനോട് കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാം. അതൊക്കെ ഓക്കെ. അതുവരെ ഞാൻ ഈ താടകയെ സഹിക്കണമല്ലോ. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും. വീട്ടുകാരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരെ ഈ കഴുതലോടെ ജീവിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ തല ഇറങ്ങുക. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടും ഒന്നും പറയാതെ രണ്ടാളും സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ നോക്കിയ കേസല്ലേ. ഇനിയിപ്പോൾ രണ്ടാളും ഒരുമിച്ചങ്ങ് അനുഭവിച്ചോ, അതാ നല്ലത്. ബാക്കിയൊക്കെ ആൻറ്റിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നോക്കാം. എനിക്ക് വേറെ ഒരു കാര്യത്തിനും ടെൻഷനില്ല. ചിന്നുവിനെ ഞാൻ ഇതിലേക്ക് വലിച്ചിട്ട് ഞാൻ കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെയും കൂടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇത്രയും ടെൻഷൻ. എൻ്റെ പൊന്ന് പൂരേച്ചി, എനിക്ക് ഒരു കുഴപ്പമില്ല. അഞ്ചോൻ്റെ വീട്ടിൽ ഞാൻ സേഫാ. പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. ചേച്ചിയുടെ ആഗ്രഹം പോലെ നല്ല മാർക്ക് ഞാൻ എടുക്കും. ആര്? അച്ഛനാ. എനിക്ക് തോന്നുന്നു അവർ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയ്ക്ക് കോൾ ചെയ്ത് പറയാം. ഈ അഡ്രസ്സ് കൊടുക്കാം, ഇങ്ങോട്ടേക്ക് വരാൻ പറയാം. അവർ ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വരില്ല. ചിനു, നീ ഈ അഡ്രസ്സ് അയച്ചു കൊടുത്തേക്ക്. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഞങ്ങളിവിടെ ഉണ്ടെന്ന് ഇപ്പോൾ പറയണ്ട, വന്നു കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അല്ല, ഈ അഡ്രസ്സിലുള്ളത് ആരെ ഫ്ലാറ്റാ? നമ്മളിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതൊന്നും അവൻ പറഞ്ഞില്ല. അവനും ചിന്നും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കാനും പോയില്ല. ചിന്നുവിൻ്റെ സൗണ്ടിലും നല്ല സന്തോഷമുണ്ട്. അവർ വന്നും തോന്നുന്നു. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യട്ടെ? ചേച്ചി ഇരിക്ക്, ഞാൻ തുറക്കാം. ചിന്നു മോളെ, ഇതാരെ ഫ്ലാറ്റാ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നത്? അതൊക്കെ പറയാം. ആദ്യം നിങ്ങളൊക്കെ അകത്തേക്ക് വാ. ഏതായാലും ഇവിടെ വന്നില്ലേ, അകത്ത് കയറി ആരാ നോക്കാം അല്ലേ മോളെ? ചിന്നുവിൻ്റെ മുഖത്ത് നല്ല ഹാപ്പിനെസ് ഉണ്ടല്ലോ. ചിന്നു, എന്താ ഇത്? ഇവരെ കാണിച്ചതിനാണോ നീ ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആൻറ്റി ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. എനിക്ക് എന്നും ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ മതിയോ? അതുകൊണ്ട് എല്ലാം മറക്കാം. നിന്റെ ചേട്ടൻ പറഞ്ഞത് നീ കേട്ടോ? നീ ഇത്രയൊക്കെ അവനോട് ചെയ്തിട്ടും അവൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാ. സോറി, ആ സമയത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. എല്ലാവരും ക്ഷമിക്കണം. അപ്പൊ രണ്ടും പ്രേമിച്ച് ഒളിച്ചോടിയത് തന്നെയാണ്. എന്നിട്ടാണ് വലിയ വീരവാദം അടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അച്ഛ, ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കാം, അതാ നല്ലത്. അതെങ്ങനെയാ പെട്ടെന്ന് വിടുന്നേ? ചിന്നുവിനെ നിന്നെയും എന്തുമാത്രം വിഷമിപ്പിച്ചതാ ഈ രണ്ടെണ്ണവും. അഞ്ചുവേണ്ടി ഞങ്ങളതൊക്കെ മറന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പ്രവീണെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണെന്നാണോ? ഈ അമ്മ ഇതെന്തൊക്കെയാ? അതെന്ത് ക്വസ്റ്റ്യൻ ആൻറ്റി ചോദിക്കുന്ന? ചിന്നു ഓൾറെഡി ഏട്ടൻ്റെ വൈഫല്ലേ. നീ എന്താ പൂജ മിണ്ടാതെ നിൽക്കുന്ന? ഒന്നും പറയാനില്ലേ? അമ്മ സോറി. ശരി ശരി, ഇനി പഴയതൊന്നും പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. പ്രേം പറഞ്ഞ പോലെ എല്ലാം വിട്ടേക്കാം. അയ്യോ, ഞാൻ വന്ന കാര്യം വിട്ടുപോയി. ചേച്ചി, ഇപ്പോൾ വയറുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടോ? വയറുവേദനയോ? എന്തു പറ്റി? ഒന്നുമില്ല അമ്മ, അത് ഫുഡ് പോയ്സൺ അടിച്ചതാ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓ, അപ്പം രണ്ടും വീട്ടിൽ വെപ്പും കുടിയൊന്നുമില്ല, എല്ലാം പുറത്തുനിന്നാണ്. വീട്ടിൽ വെക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണ്ടേ? അതിനു മുന്നേ നമുക്ക് ഒളിച്ചോടണ്ടേ? ആൻറ്റി പറഞ്ഞ് വളരെ ശരിയാ. ഇവൾക്ക് കുക്കിങ്ങിൻ്റെ ABCD അറിയില്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ടും ഞാൻ എന്നവളോട് ഒളിച്ചോടൂലായിരുന്നു. പ്രേമേട്ടന് ചേച്ചിയുടെ നന്നായിട്ട് കിട്ടും. സാരമില്ല, അവ സ്വന്തമായിട്ട് ഇറന്ന് വാങ്ങുന്നതല്ലേ. ആ പോട്ടെ, ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ എന്നെ അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കി തരാം രണ്ടിനും. എവിടെയാടാ ഡ്രസ്സിങ് റൂം? അമ്മ വാ, ഞാൻ കാണിച്ചു തരാം. ഇതാ അമ്മ, ഇതാ റൂം, പിന്നെ ഇതാ അതാ ടോയ്ലറ്റ്.
എന്നാൽ പിന്നെ ഞാൻ താഴേക്ക് പോയിക്കോട്ടെ. എൻ്റെ പൊന്നു മോൻ അവിടെ ഇത് നിന്നേ. എന്താ അമ്മ, വേറെന്തെങ്കിലും വേണോ? തൽക്കാലം ഒന്നും വേണ്ട. അല്ല, രാവിലെ എന്നെ വിളിച്ച് ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് എന്നൊക്കെ ചോദിച്ചത് ഇവൾക്ക് വേണ്ടിയായിരുന്നല്ലേ? എന്ന് മുതലാ എൻ്റെ മോൻ അടുക്കള കയറാൻ തുടങ്ങിയത്? ഒരു ഗ്ലാസ് വെള്ളം നീ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടോടാ? എൻ്റെ പൊന്നമ്മ, ആ പെണ്ണിനൊന്നും അറിയില്ല. എന്തിന് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പോലും അറിയില്ല. എൻ്റെ സുന്ദരി അമ്മയ്ക്ക് അങ്ങനെയാണോ? എല്ലാം അറിയില്ലേ? എൻ്റെ അമ്മയിലെ ബെസ്റ്റ് മോം. ഡാടാ മതി, നിന്റെ കൊഞ്ചലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് പൊക്കോ എൻ്റെ കൺമുന്നിൽ നിന്ന്. ഇതെന്ത് തീറ്റയോടെ തിന്നുന്ന പതുക്കെ കഴിക്കേ. അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ എത്ര ദിവസമായിരുന്നറിയോ ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട്. അതൊക്കെ രണ്ടാളും ഒറ്റയ്ക്ക് ജീവിക്കാൻ പോയപ്പോ ആലോചിക്കണമായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തൻ്റെ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ എൻ്റെ കാർഡ് കട്ടാക്കാൻ. എന്റെ വീട്ടിൽ നിന്ന് ഡയലോഗ് അടിച്ചു പോയ നിനക്ക് പിന്നെ ഞാൻ ചെലവിന് തരണം. അതുകൊണ്ട് എന്നെ കട്ടാക്കിയത്. കാട് കട്ടാക്കിയത് ഏതായാലും നന്നായി. സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോഴേ അതിന്റെ വില അറിയും മോനെ. അല്ല, ടൈമായി പോണ്ടേ നമുക്ക്? അല്ലേട്ടാ, ഇവരുടെ കാര്യത്തില് നമുക്കൊരു തീരുമാനം എടുക്കണ്ടേ? ഇവരിങ്ങനെ വിടാനാണോ പ്ലാൻ? നാട്ടുകാരോടും വീട്ടുകാരോടും പറയണ്ടേ ഇവര് കല്യാണം കഴിച്ചു എന്നുള്ളത്? തൽക്കാലം ഇവരിങ്ങനെ തന്നെ നിൽക്കട്ടെ. എനിക്ക് ഇവരില് പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ല. ഇവർക്ക് ഒരുമിച്ച് ഒരു ഫാമിലിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു പ്രാപ്തി ആവട്ടെ. എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി നാട്ടുകാരോട് വിളിച്ചു പോകുന്നതൊക്കെ. എന്നാ പിന്നെ നമുക്ക് പോവാം, സമയമായില്ലേ? നമുക്കെല്ലാവർക്കും ഇന്നിവിടെ നിന്നാലോ? പ്ലീസ്. ചെന്നു പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എനിക്കാണെങ്കിൽ ട്രാവൽ ചെയ്ത് ഒട്ടും വയ്യ. നമുക്കിന്നിവിടെ സ്റ്റേ ആക്കാം. പ്രേം, അവരിവിടെ നിന്നാൽ ശരിയാവില്ല. എങ്ങനെയും അവർ പറഞ്ഞു വിട്. അവർക്കിവിടെ നിൽക്കണമെന്നാണെങ്കിൽ നിന്നോട്ടെ, എന്താ കുഴപ്പം? അവരെ മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ. അവരിവിടെ നിന്നാ അതൊക്കെ പൊളിയും. അവർ പറഞ്ഞു വിട എങ്ങനെയെങ്കിലും. ഓ, അതാണോ? എന്നാ ഞാൻ ഇപ്പം പറഞ്ഞുവിടാം. ഏതായാലും ഇത്ര രാത്രിയായില്ലേ, നിങ്ങൾ ഇനി എങ്ങോട്ടും പോകണ്ട, ഇവിടെ തന്നെ നിൽക്ക്. നാളെ രാവിലെ വേണമെങ്കിൽ പോവാം. തട്ടിത്തണ്ണി നിറച്ചിട്ട് മുതലെടുക്കുമല്ലേ?